ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം തീത്തോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം, അതിൻ്റെ 12-13 വാക്യങ്ങൾ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യാശയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. സഭയ്ക്കുള്ളിലെ വിവിധ സംഘങ്ങളെ എങ്ങനെ പഠിപ്പിക്കണമെന്നും ഉപദേശിക്കാമെന്നും യുവ സഭ നേതാവായ തീത്തോസിന് അപ്പോസ്തലനായ പൗലോസ് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ഭാഗമാണിത്. ഈ പ്രത്യേക വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ചും അത് വിശ്വാസികൾക്ക് നൽകുന്ന പ്രത്യാശയെക്കുറിച്ചും എപ്പോഴും ശ്രദ്ധാലുവായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പൗലോസ് വിവരിക്കുന്നു. ഈ വാക്യത്തിൻ്റെ പ്രമേയം യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനായുള്ള ക്രിസ്ത്യാനിയുടെ പ്രത്യാശയെയും കാത്തിരിപ്പിനെയും ചുറ്റിപ്പറ്റിയാണ്. ഈ പ്രത്യാശയെ അനുഗ്രഹീതവും മഹത്തായതും എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് വിശ്വാസികൾക്ക് 2-ാം വരവിൻ്റെ പ്രാധാന്യവും ഭയവും പ്രതിഫലിപ്പിക്കുന്നു. ലോകത്തിൻ്റെ താൽക്കാലിക കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകുന്നതിന് പകരം ദൈവത്തിൻ്റെ ശാശ്വതമായ വാഗ്ദാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ക്രിസ്ത്യാനികൾക്ക് ഇത് ഒരു ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കുന്നു. ഈ വാക്യത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കുവാൻ ഈ വാക്യത്തിൻ്റെ സന്ദർഭം നാം മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. മുമ്പത്തെ വാക്യങ്ങളിൽ പൗലോസ് സഭയ്ക്കുള്ളിലെ വിവിധ സംഘങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പ്രായമായ പുരുഷന്മാർ, പ്രായമായ സ്ത്രീകൾ, യുവതികൾ, യുവാക്കൾ, അടിമകൾ എന്നിങ്ങനെ ശരിയായ ഉപദേശവും ദൈവിക ജീവിതവും പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയും അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. 11-ാം വാക്യത്തിൽ എല്ലാ ആളുകൾക്കും രക്ഷ നൽകുന്ന ദൈവകൃപയെക്കുറിച്ച് പൗലോസ് സംസാരിക്കുന്നുണ്ട്. അഭക്തിയെ നിരസിക്കാനും ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ജീവിക്കുവാനും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് പൗലോസ് പിന്നീട് യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ പ്രത്യാശയെക്കുറിച്ചും മഹത്വപൂർണമായ പ്രത്യക്ഷതയെക്കുറിച്ചും സംസാരിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ പ്രതീകാത്മകത യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യക്ഷതയുടെ രൂപത്തിൽ കാണപ്പെടുന്നു. മഹത്തായ എന്ന വാക്ക് ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ മഹത്വത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മഹത്വത്തിൻ്റെയും ഒരു അർത്ഥം നമുക്ക് നൽകുന്നു. ജയിക്കുന്ന രാജാവെന്ന നിലയിൽ യേശുവിൻ്റെ വിജയകരമായ തിരിച്ചുവരവിനുള്ള വിശ്വാസത്തെ ഈ പ്രതീകാത്മകത ഊന്നിപ്പറയുന്നു. അവൻ്റെ രാജ്യം സ്ഥാപിക്കാൻ ശക്തിയിലും മഹത്വത്തിലും വരുന്നു എന്നാണ് പറയുന്നത്. അത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തെയും തിന്മയുടെ മേൽ നന്മയുടെ ആത്യന്തിക വിജയത്തെയും സൂചിപ്പിക്കുന്നു. മഹാദൈവം, നമ്മുടെ രക്ഷകൻ എന്നീ നിലകളിൽ യേശുക്രിസ്തുവിൻ്റെ ഈ സ്വഭാവവും ഈ വാക്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ പുത്രൻ മാത്രമല്ല, ദൈവവും കൂടിയായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കുന്നു. യേശുവിൻ്റെ ഈ ഇരട്ട സ്വത്വം മനുഷ്യരാശിയുടെ ആത്യന്തിക രക്ഷകനും വീണ്ടെടുപ്പുകാരനും എന്ന നിലയിലുള്ള അവൻ്റെ പങ്കിനെ അടിവരയിടുന്നുണ്ട്. കൂടാതെ അന്വേഷിക്കുന്നു എന്ന ഭാഷ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ സജീവവും ആകാംക്ഷയുള്ളതുമായ പ്രതീക്ഷയെ സൂചിപ്പിക്കുന്നു. ദൈവോദ്ദേശങ്ങളുടെ പൂർത്തീകരണത്തിനായുള്ള കാത്തിരിപ്പിൻ്റെയും സന്നദ്ധതയുടെയും ഒരു ബോധം നിലനിർത്താൻ അത് വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ പ്രതീകാത്മകത ശാശ്വതമായ വീക്ഷണത്തോടെ ജീവിക്കുക, ഏത് നിമിഷവും യേശുവിൻ്റെ മടങ്ങിവരവിനായി തയ്യാറെടുക്കുക എന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അവസാനമായി തീത്തോസ് 2:12-13 വാക്യങ്ങൾ ക്രിസ്ത്യാനികൾക്ക് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനായി ഉറച്ച പ്രത്യാശയും പ്രതീക്ഷയും നിലനിർത്താനുള്ള ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ 2-ാം വരവിൻ്റെ പ്രാധാന്യത്തെ അത് ഊന്നിപ്പറയുകയും ലോകത്തിൻ്റെ ക്ഷണികമായ ആശങ്കകളേക്കാൾ ശാശ്വത സത്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പ്രത്യാശ, കാത്തിരിപ്പ്, യേശുക്രിസ്തുവിൻ്റെ ഇരട്ട സ്വഭാവം എന്നിവയെക്കുറിച്ചുള്ള
ഈ വാക്യത്തിൻ്റെ തീമുകൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ മോചന പദ്ധതിയുടെ ആത്യന്തിക പൂർത്തീകരണത്തെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മഹത്തായ പ്രത്യക്ഷതയിലുള്ള പ്രത്യാശ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ വിശ്വാസികൾക്ക് പ്രോത്സാഹനത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും ഉറവിടമായി ഇത് പ്രവർത്തിക്കുന്നു. ഈ വാക്യങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.